അള്ളാഹു തആല അനുഗ്രഹിക്കും. ഈ വല്ലദീന ഇദാ അൻഫഖൂ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവര് ചിലവഴിക്കുകയാണെങ്കിൽ, ഈ ആയത്തോടു കൂടി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ബാക്കി ഒരു പേജ് ഉണ്ട് ഇൻഷാ അള്ളാഹ്. അടുത്തത് നമ്മൾ സൂറത്ത് ഫുസ്സിലത്താണ്. ഫുസ്സിലത്ത് ഇതിനേക്കാൾ ചെറിയ സൂറത്ത്, 6 പേജേ ഉള്ളൂ. അപ്പോൾ ആ ഫുസ്സിലത്തേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ഒരു പേജ് നമ്മൾ അതിന്റെ കൂടെ വിവരിക്കും. ഈ അവസാനത്തെ ഈ ഒരു ആയത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വല്ലദീന ഇദാ അൻഫഖൂ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ചിലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫൂ, അവർ ദുർവ്യയം ചെയ്യൂല, ധൂർത്ത് കാണിക്കൂല. വലം യഖ്തുറൂ, പിശുക്ക് കാണിക്കുകയും ഇല്ല, ലുബ്ധ് കാണിക്കുകയും ഇല്ല. വകാന ബൈന ദാലിക ഖവാം, രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സന്തുലിതമായ സമീപനാണ് അവർ സ്വീകരിക്കുക. ധൂർത്തുമില്ല എന്ന പിശുക്കുമില്ല, രണ്ടിന്റെ ഇടയിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ധൂർത്ത്, എന്താണ് പിശുക്ക്, ഇത് തീരുമാനിക്കണല്ലോ. ഓരോരുത്തര് സ്വന്തം തീരുമാനിച്ചു കഴിഞ്ഞാലേ, ഒരാള് റോൾസ് റോയ്സ് കാറും ഒരു 7000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടും, പിന്നെ മൂപ്പരുടെ വേനൽക്കാല വസതിയായിട്ട് ഊട്ടിയിലൊരു റിസോർട്ടും ഒക്കെ ഉള്ള ഒരാള് പിന്നെ ധൂർത്തിനെ പറ്റി പറഞ്ഞാലേ ഇപ്പൊ ഇതൊന്നും ഇപ്പൊ ധൂർത്തായിട്ട് മൂപ്പർക്ക് തോന്നില്ല. മനസ്സിലായില്ലേ? അതുമായി തന്നെ വേറൊരാള് സാമ്പത്തികമായിട്ട് കഴിവൊക്കെ ഉള്ള ആളാ, പക്ഷെ ഒരു വീട് എന്ന് പറഞ്ഞാല് സ്വന്തം കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വീടൊന്നും ഉണ്ടാക്കൂല. മനസ്സിലായില്ലേ? അവിടെ കുട്ടികൾക്ക് ആവശ്യത്തിന് ഫർണിച്ചറോ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു വണ്ടിയൊക്കെ വാങ്ങാൻ മൂപ്പർക്ക് കഴിയും, പക്ഷെ വണ്ടി വാങ്ങൂല. മൂപ്പര് KPTC പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് യാത്ര. കുട്ടികളെയും പെണ്ണുങ്ങളെ കുട്ടിയെ ഒക്കെ വെച്ചിട്ട് പിന്നെ ബസ് കയറിയിട്ട് തൂങ്ങിയിട്ട് കമ്പിമ്മ തൂങ്ങിയിട്ടുള്ള യാത്രയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന അത്യാവശ്യം സാമ്പത്തിക വരുമാനമുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊന്നും പിശുക്കായിട്ട് മൂപ്പർക്ക് തോന്നില്ല. അപ്പൊ ഈ പിശുക്കും ധൂർത്തൊന്നും സ്വയം തീരുമാനിച്ചാൽ പറ്റില്ല, ഒന്നും സ്വയം തീരുമാനിച്ചാൽ പറ്റൂല. ഒക്കെ അള്ളാഹും റസൂലും തീരുമാനിച്ച പ്രകാരം ഫോളോ ചെയ്യാൻ നമ്മൾ വേണം. അപ്പൊ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പിശുക്ക് എന്നും പറഞ്ഞു. പിശുക്ക് എന്താണെന്ന് വെച്ചാല് 2 രൂപത്തിലാണ് അത് വിശദീകരിച്ചത്. ഒന്ന്, ഒരാൾ തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾക്ക് തന്റെ അവസ്ഥക്കനുസരിച്ച് ചെലവഴിക്കാതിരിക്കുക, ഇത് പിശുക്കാണ്. സ്വന്തം അവസ്ഥക്കനുസരിച്ച് ആയിരിക്കണം ചെലവഴിക്കുക. ഒരാള് ഒരു കൂലിപ്പണിക്കാരനാണ്, മൂപ്പർക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാവില്ല. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കർക്കിടകത്തിലൊന്നും ജോലിയേ ഉണ്ടാവില്ല. ഇങ്ങനെ ദൈനംദിന വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാള്, ഇപ്പൊ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ലേബർ ഒരു കമ്പനി സാധാ തൊഴിലാളിയാണെന്ന് കരുതുക, 100, 150, 200 ദിനാറൊക്കെയാണ് ശമ്പളം ഉണ്ടാവുക. അതിന് ചെലവ് പോകേണ്ടി വരും, പിന്നെ എല്ലാ കാര്യം അതിന് പോകണം, ടിക്കറ്റ് വരെ കമ്പനികൾ കൊടുക്കൂല. അങ്ങനെയുള്ള ആളുകള് ജീവിക്കുന്ന നിലവാരത്തില്, അങ്ങനെയുള്ള ആളുകള് കുടുംബത്തെ ട്രീറ്റ് ചെയ്യുന്ന കോലത്തില് ഒരു 1000, 1500 ഒക്കെ ദിനാറ് ശമ്പളം വാങ്ങുന്ന ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു കമ്പനി എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ അതിന് തക്ക വരുമാനമുള്ള കച്ചവടക്കാരനോ ജീവിച്ചാൽ പറ്റൂല, കുടുംബത്തെ ട്രീറ്റ് ചെയ്താൽ. വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, അല്ലാഹു തആല ഒരാൾക്ക് നൽകിയ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണാൻ ആഗ്രഹിക്കും. അപ്പോ നാട്ടില് ഒരു 50,000 രൂപയൊക്കെ മാസാന്ത വരുമാനമുള്ള ആള്, ഗൾഫിൽ 1000, 1500 ദീനാറൊക്കെ വരുമാനമുള്ള ഒരാള് കുടുംബത്തെ ട്രീറ്റ് ചെയ്യുന്നത് അയാളുടെ കഴിവിന് അനുസരിച്ച്. അത് വീടുണ്ടാക്കിയായാലും വാഹനമായാലും ഒക്കെ ആ രൂപത്തിലായിരിക്കും. അതാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം എന്ന്. അപ്പൊ അതുകൊണ്ട് ഇത്ര എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, ആ സാമ്പത്തിക സ്ഥിതിയുള്ളവർ കുടുംബത്തെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് അയാള് കുടുംബത്തെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ സ്വന്തം അവസ്ഥക്കനുസരിച്ച് കുടുംബത്തെ പരിചരിക്കുന്നില്ലെങ്കിൽ അത് ലുബ്ധാണ്. ഈ സ്വയം ഓരോരുത്തർക്ക് തീരുമാനിക്കാം, ഞാൻ ലുബ്ധനാണോ അല്ലേന്ന്. ഇനി രണ്ടാമത്തേത്, ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും കുടുംബത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ സ്വന്തം കഴിവിനേക്കാൾ ഒരു പണത്തൂക്കം മേലെ ആയിരിക്കും മൂപ്പര ജീവിതവും കുടുംബത്തെ ട്രീറ്റ് ചെയ്യണം. കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയും വേണ്ട.
എത്ര കൊടുത്തിട്ടും പഠിപ്പിക്കും. എന്നാൽ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവരെ ഇന്ന് ആ വീരാൻകുട്ടി കിട്ടാ ഇറങ്ങൂല. ഞങ്ങളുടെ നാട്ടിൽ വീരാൻകുട്ടി എന്നാ പറയാ, തെക്കോട്ട് ജോർജ് കുട്ടി എന്നാണ് ഒരു പോലും പറഞ്ഞത്. പലയിടത്തും പല പ്രയോഗമായിരിക്കും. ഓന്റെ കീശിന്ന് ഒരു 10 ദിനാർ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാല്, ഞാനൊക്കെ കുവൈത്തിൽ എത്ര കാലം സ്ക്വാഡ് ഇറങ്ങുന്നതാണ്. ഒരു 25 കൊല്ലം സ്ക്വാഡ് നടന്നിട്ടുണ്ട്. ഫ്ലാറ്റുകൾ തോറും കച്ചവടക്കാരും അല്ലാത്തവരും ഒക്കെ ആയ ആളുകൾ ഒക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല ശേഷിയുള്ള ആളായിരിക്കും. ഒരു ഹൈറായ കാര്യം പറഞ്ഞിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിനാറായുള്ള കീശിന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ പാടത്ത്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലരെയും സമീപിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളെ ഈ റിയാദുസ് സാലിഹീനിൽ ഉള്ളവർ ആ വിഷയത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മൊത്തത്തിൽ തന്നെ ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ പഠിക്കുന്നതിലും പകർത്തുന്നതിലും ഒക്കെ റിയാദുസ് സാലിഹീനിലുള്ളവർ വളരെ മുമ്പിലാണ്. ജനറലി മറ്റ് മുസ്ലിം സമുദായത്തിലെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് സ്പെഷ്യലി സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ. ഇപ്പൊ നമ്മൾ സംസ്ഥാനതല ഖുർആൻ മനപ്പാഠ മത്സരം ഇൻഷാ അല്ലാഹ് ജൂലൈ 13-ാം തീയതി അതിന്റെ മത്സരം ഫൈനലിൽ നടക്കാൻ പോവാണ്. നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിച്ചു. മാർച്ചില് അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ വലിയൊരു സംഖ്യ ഈ റിയാദുസ് സാലിഹീനിൽ നിന്ന് മാത്രമാണ് ശേഖരിച്ചത്. ഒരു 1.5 ലക്ഷം രൂപ വീതമാണ് ഇതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നത്. അത് മാത്രമല്ല, ഏതൊരു വിഷയത്തിലും വളരെ മുമ്പിലാണ്. എന്നാൽ സ്വന്തം കുടുംബത്തെ ട്രീറ്റ് ചെയ്യുന്നതില്, സ്വന്തം ജീവിക്കുന്നതിലൊക്കെ ലുബ്ധി കാണിക്കാത്തവർ ഹൈറായ വിഷയത്തിന്റെ കാര്യത്തിൽ അവിടെ പിശുക്ക് കാണിക്കുന്നു. അവരും ലുബ്ധരാണ്. അല്ലാഹു അല്ലാന്റെ മുമ്പിൽ. അപ്പൊ ഹൈറായ കാര്യത്തിൽ, സൽക്കാര്യങ്ങളിൽ ചെലവഴിക്കുക കൂടി വേണം. അപ്പോളെ പിശുക്കനാകാതിരിക്കും. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ദുർവ്യയം ചെയ്യില്ല എന്നാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. ഈ ദുർവ്യയം എന്നത് പണ്ഡിതന്മാർ 3 പോയിന്റുകളിലൂടെ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഒരു ആവശ്യം തന്നെയാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ചെലവാക്കും. ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ. ഇപ്പൊ വീട്ടിലെ ഫർണിച്ചറിന്റെ കാര്യം പറയാം. ഫർണിച്ചർ ഇപ്പൊ ആരെങ്കിലും അതിഥികൾ വന്നാലും കയറിയിരിക്കാൻ സോഫ ആവശ്യമാണ്, പിന്നെ ബെഡ്റൂമില് കട്ടിൽ ആവശ്യമാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ ആ ആവശ്യമുള്ളത് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക. ആ ടിപ്ടോപ്പ് ഫർണിച്ചർ മാർട്ടിലൊക്കെയാണ് ചെന്നിട്ട് അവിടെയുള്ള ആ പിന്നെ ബെഡില് ഏറ്റവും അതില് 2 ലക്ഷം റുപ്യ വിലയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് വാങ്ങുക. എക്സാമ്പിൾസ്. അത് വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എന്നും എന്താ പറയാ, ബ്രോസ്റ്റ് വാങ്ങിക്കൊണ്ട് ഓർഡർ ചെയ്യുക. ചിലപ്പോൾ അടുക്കളയിലൊന്നും വല്ലാതെ പണിയെടുക്കാൻ തയ്യാറില്ല, ഓർഡർ ചെയ്തിട്ടാണ് തീറ്റ. ഒരു പ്രാവശ്യം ഒരു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന പിന്നെ ആ കാശ് കൊണ്ട് ഒരു 5 ദിവസം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക, അതേ ക്വാളിറ്റി ഉള്ളത്. അപ്പൊ ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, അത് ദൂർത്താണ്. ഇന്നൽ മുബദ്ദിരീനൊക്കെ ഇസ്രായേൽ കാണാം. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. സത്യവിശ്വാസികളുടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങളിൽ പെട്ടതല്ല. അവര് ദൂർത്തടിക്കുക. ഇനി രണ്ടാമത്തേത്, അനാവശ്യത്തിന് ചെലവഴിക്കുക. നേരത്തെ പറഞ്ഞ ആവശ്യത്തിനാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കും. അനാവശ്യത്തിന് ചെലവഴിക്കും. അനാവശ്യത്തിന് പല നിലക്കും നമ്മൾ കാശ് ചിലവാക്കുന്നുണ്ട്. ഒരു സംഗീതരാവ് സംഘടിപ്പിക്കുകയാണ്. സംഗീതരാവ് ഓർക്കസ്ട്രയും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ട്, അത് ഗൾഫിലാവുമ്പോൾ ചെലവ് കൂടും. ഇവിടുന്നാണ് ടിക്കറ്റിന്റെ കാശും അവിടെ താമസിപ്പിക്കാൻ 5 സ്റ്റാറിന്റെ കാശൊക്കെ ഉണ്ട്. അത് ധൂർത്താണ്, പക്കാ ധൂർത്താണ്. ഖുർആൻ ഡയറക്റ്റ് പറഞ്ഞത്. എക്സാമ്പിൾ പറയും. അതുപോലെ അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് ചെലവാക്കും. അത് ഏത് തലത്തിലുള്ള അനാവശ്യമാണെങ്കിലും അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ചെയ്യും. ഇനി മൂന്നാമത്തേത്, കുറെ വിശദീകരിക്കാനുണ്ട്, പക്ഷെ ചുരുക്കിയാണ് നമ്മൾ അവസാനിപ്പിക്കുക. മൂന്നാമത്തേത്, ചെലവഴിക്കുന്നത് സൽക്കാര്യത്തിനാണ്, പക്ഷെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ല ചെലവഴിക്കുന്നത്. ഇതും ധൂർത്താണ്. ഇപ്പൊ വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പാവങ്ങൾക്ക്, വീടില്ലാത്തവരാണ്, പക്ഷെ മൂപ്പർക്ക് നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒന്ന് പേരെടുക്കണം. ഇതിലെ പാവങ്ങളെ കാര്യം ഭയങ്കര റിലീഫ് പ്രവർത്തകനാണ്, ഉദാരമതിയാണ്. കണ്ടില്ലേ, സ്ഥലം വാങ്ങി അല്ലെങ്കിൽ സ്വന്തം സ്ഥലം, എന്നിട്ട് അതിന് പേരുണ്ടാക്കി കൊടുത്തു.
അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ചെയ്യുന്നതൊക്കെ സൽക്കാരിയാണ്. പക്ഷെ ഇതിന്റെ ഒന്നും ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും അല്ല, അത് ധൂർത്താണ്. ചിലര് ഇയാളെ ഈ പേരെടുക്കലായിരിക്കില്ല, ചിലർക്ക് വോട്ടായിരിക്കും ലക്ഷ്യം. ചില രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്, ഭയങ്കര സേവന പ്രവർത്തനമൊക്കെ നടത്തും. മൂപ്പര ലക്ഷ്യം എന്താ വെച്ചാല് അവിടെ ആ വാർഡില് അല്ലെങ്കിൽ ആ മണ്ഡലത്തില് പാർട്ടിയെ ഒന്ന് ശക്തിപ്പെടുത്തണം, പാർട്ടിക്ക് 10 വോട്ട് കൂടുതൽ കിട്ടണം. അതായി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയായിരിക്കും. പിന്നെ അവിടെ ഒരു വിഷയമുള്ളത് എന്താ വെച്ചാല് ഒരാള് അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിയമസഭയിലോ പാർലമെന്റിലോ പോയി അവിടെ അധികാരത്തിൽ പങ്കുപറ്റി അത് മുഖേന പിന്നെ ഹൈറായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതുമായി തന്നെ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള നിയ്യത്തോടു കൂടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തനം പോലും ഈ പറഞ്ഞ പ്രതിഫലാർഹമായ കാര്യമായി തീരും. അതല്ലാതെ ജനറലി 10 വോട്ട് കിട്ടാനും ജനസ്വാധീനം ഉണ്ടാക്കാനും ജയിക്കാനും ഒക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ സൽക്കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ധൂർത്തിന്റെ പരിധിയിലാണ് പെടുക. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അങ്ങനെയല്ല, അവർ ലുബ്ധ് കാണിക്കൂല, അവർ ദുർവ്യയം ചെയ്യൂല. രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമ സമീപനാണ് സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് 1.25 മണിക്കൂർ നീണ്ടിട്ടുണ്ട്, എന്നിട്ടും ഒരു പേജ് ബാക്കിയാണ്. അത് ഇൻഷാ അല്ലാഹ് സൂറത്ത് ഫുസ്സിലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അത് വിവരിക്കും, അതിനുശേഷം സൂറത്ത് ഫുസ്സിലത്ത് വിവരിക്കും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് വിശേഷിപ്പിച്ച കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.